ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിലുള്ള ചിക്കൻ പൊരിച്ചതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 500 ഗ്രാമിലധികം ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി അല്പം വലിപ്പമുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ടൊരു 5 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ക്രഷ് ചെയ്ത് വരാം. അപ്പോൾ അത് തരിതരിയായിട്ട് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കാണാനും കഴിക്കാനും നല്ലൊരു ഭംഗിയും ടേസ്റ്റും ഉണ്ടാവും. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങാപ്പാലാണ്. 3 സ്പൂണ് തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ട് ഞാനത് ഒന്ന് ജസ്റ്റ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങ പാൽ പിഴിയുന്ന സമയത്ത് ഞാൻ അതിലേക്ക് അല്പം പൊടിയുപ്പ് ചേർത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിഴിഞ്ഞെടുത്താണ്. ഇനി ഒരു ബൗളിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തു, 1/2 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു, 1 സ്പൂണ് ഫുള്ളായിട്ട് ഇഞ്ചി വെള്ളുള്ളി ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കുക, 1/2 സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക്, പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കാശ്മീരി ചില്ലി ഒരു 2 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം അങ്ങനെ ചതച്ച് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് പുറമെ തരിതരിയായിട്ട് നല്ലപോലെ രസമായിട്ട് കടിക്കാനുണ്ടാവും. 1/2 സ്പൂൺ മല്ലിപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടി. അപ്പോൾ മല്ലിപ്പൊടി ചേർക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാല, ഒരല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. എന്നതിന് ശേഷം ആ പിഴിഞ്ഞ തേങ്ങാപ്പാലയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. എന്തായാലും ഇതേപോലെ ഒരു മസാല കൂട്ടി ചെയ്ത് നോക്കുക. ഒരല്പം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 1 സ്പൂണ്. എന്നിട്ട് ഞാൻ അത് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ക്രഷ് ചെയ്തതും തരിതരിയായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ ചിക്കൻ പീസിൽ പുറമെ നല്ലതുപോലെ കടിക്കാനും നല്ല രസം ഉണ്ടാവും. പിന്നെ അതൊന്നും ഇളകിപ്പോകാതിരിക്കാനാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അരിപ്പൊടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചിക്കൻ പീസ് ചേർത്ത് നല്ലതുപോലെ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു ഗ്ലൗസ് ഇട്ടിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തു. ഇനി അതൊരു 1 മണിക്കൂർ അളവിൽ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു, അന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെ ചിക്കൻ പീസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഓയിലൊന്ന് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതേപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ പീസ് ഇട്ട് കഴിഞ്ഞാൽ ഓയിലൊന്ന് ചെറുതായിട്ട് ചൂട് കുറയും. അപ്പോൾ നമ്മൾ അല്പം ആ ഫുൾ സ്പീഡിൽ തന്നെ വെക്കുക കുറച്ച് സമയം. എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് സെറ്റായതിന് ശേഷം തിരിച്ചിടാം. അപ്പോഴാണ് നമ്മൾ ആ മസാല അതിലേക്ക് ചേർന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതേപോലെ ചിക്കൻ പൊരിക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അടിഭാഗമൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. ഇനി അത് ഒന്നുകൂടി നല്ലതുപോലെ ആ ഭാഗം കൂടി ഒന്ന് വെന്തതിന് ശേഷം നമ്മൾക്ക് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ അടിപൊളി സ്പെഷ്യൽ ചിക്കൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഉള്ള നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമതും അതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രണ്ടാമത് ഞാൻ അതേപോലെ ഇട്ട് കൊടുത്തു. അതൊന്ന് അടിഭാഗം സെറ്റായി വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു. അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കോരി മാറ്റാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഒന്ന് പൊരിച്ച് നോക്കണേ. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പീസ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഉള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ പൊരിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ മൂന്നാമതും അതേപോലെ പൊരിച്ചെടുത്തു. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് കരിവേപ്പിലയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്ത് ആ എണ്ണയിൽ തന്നെ ഒന്ന് ചൂടാക്കി അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അടിപൊളിയായില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്